നമസ്കാരം. ശബരിമല ദർശനം നടത്തിയ അഡ്വക്കേറ്റ് ബിന്ദുവിനും കനകദുർഗയ്ക്കും ഇപ്പോൾ കൊച്ചിയിലെ ആർത്തവം പരിപാടിയിൽ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 3 മണിയോടുകൂടിയാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നത്. ഇവരെ വേദിയിൽ നിർത്തിക്കൊണ്ട് അവിടെ പാട്ടുകളടക്കമുള്ള പരിപാടികൾ പാടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ശബരിമല ദർശനം നടത്തിയത് അഡ്വക്കേറ്റ് ബിന്ദുവും കനകദുർഗയായിരുന്നു. പോലീസിന്റെ അകമ്പടിയോടുകൂടി, മഫ്തിയിലുള്ള പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം, അതായത് 2-ാം തീയതി പുലർച്ചെ ഇത്തരത്തിൽ ശബരിമല ദർശനം നടത്തിയത്. ഇതിന് പിന്നാലെ അവർ ഒളി സങ്കേതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്തരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അവരെ കൊണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം കണ്ടിരുന്നത്. ഇവർക്ക് ജോലി ഉണ്ടെങ്കിലും ആ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാതെ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒളി സങ്കേതത്തിൽ അവർ ജീവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ആദ്യമായി തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ അതിനെതിരെ ഉണ്ടായെങ്കിലും ആദ്യമായി തന്നെ അവർ ബിന്ദുവും കനകദുർഗയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. 3 മണിയോടുകൂടിയാണ് ഇവർ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ ഹെലിപ്പാഡിൽ നടക്കുന്ന ആർത്തവം പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തത്. ഇന്ന് 12 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ, സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ആ പരിപാടിയിൽ ചുംബന സമരക്കാരും ഒപ്പം തന്നെ മാവോയിസ്റ്റ് അനുകൂല നിലപാടുള്ള ചിലരും ആ പരിപാടിയുടെ സംഘാടകരാണ്. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ആ പരിപാടിയുടെ ഭാഗമാക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഏറെ ശ്രദ്ധ ലഭിക്കുമായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 ആ ആർത്തവ റാലി കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു ആർത്തവ ഐക്യത്തിനെതിരെ നടന്നിട്ടുള്ളത്. ആ റാലിക്ക് പിന്നോടിയായി വിവിധ സെമിനാറുകൾ, ഒപ്പം തന്നെ സംവിധായകൻ പാരഞ്ജിത്ത് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികൾ, കലാപരിപാടികൾ അടക്കം തന്നെ, അവരുടെ മ്യൂസിക് ബാൻഡിന്റെ കലാപരിപാടികൾ അടക്കം തന്നെ നടന്നിരുന്നു. ഇന്ന് വിവിധ സെമിനാറുകൾ നടന്നിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ 3 മണിയോടുകൂടി കനകദുർഗയ്ക്കും ബിന്ദുവിനും വേദിയിൽ ആർത്തവത്തിന്റെ വേദിയിൽ സ്വീകരണം നൽകിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ശബരിമല ദർശനം നടത്തിയത് അഡ്വക്കേറ്റ് ബിന്ദുവും കനകദുർഗയായിരുന്നു. പോലീസിന്റെ അകമ്പടിയോടുകൂടി, മഫ്തിയിലുള്ള പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം, അതായത് 2-ാം തീയതി പുലർച്ചെ ഇത്തരത്തിൽ ശബരിമല ദർശനം നടത്തിയത്. ഇതിന് പിന്നാലെ അവർ ഒളി സങ്കേതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്തരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അവരെ കൊണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം കണ്ടിരുന്നത്. ഇവർക്ക് ജോലി ഉണ്ടെങ്കിലും ആ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാതെ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒളി സങ്കേതത്തിൽ അവർ ജീവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ആദ്യമായി തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ അതിനെതിരെ ഉണ്ടായെങ്കിലും ആദ്യമായി തന്നെ അവർ ബിന്ദുവും കനകദുർഗയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. 3 മണിയോടുകൂടിയാണ് ഇവർ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ ഹെലിപ്പാഡിൽ നടക്കുന്ന ആർത്തവം പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തത്.